നമസ്കാരം. നാട്ടിൽ മിന്നൽ പ്രളയങ്ങൾ. ജൂലൈ 31 മുതൽ ഇങ്ങോട്ട് സാധാരണ ജീവിതം താറുമാറാക്കിയ മഴക്കെടുതികൾ. മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെ വിവാദ ചുഴിയിൽ. അതിനെ മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ പൊടിക്കൈകൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ മുഖ്യമന്ത്രി പ്രതിഷേധം പറയുന്നവരെക്കുറിച്ച് അയാൾ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടാവാം എന്ന പ്രതിരോധവുമായി അരങ്ങ് തകർക്കുന്നു. കടലിൽ പോയാൽ കിട്ടാൻ താമസിക്കുമെന്ന കണ്ടെത്തലുമായി ആരോഗ്യമന്ത്രിയുടെ ഗവേഷണ പ്രബന്ധം. സൗജന്യ ബസ്സിൽ തിക്കിത്തള്ളിക്കയറുന്ന സ്ത്രീകൾക്കെതിരെ CP ജോണിൻ്റെ അഭിനയിക്കുന്നതാണ് അവർ എന്ന പ്രഭാഷണം. ജ്വല്ലറിയുടെ മഹാത്മ്യം വിളമ്പി മന്ത്രിയുടെ പ്രതികരണം. പണ്ട് മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചതുപോലെ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? നമുക്ക് വിശദമായി നോക്കാം. എന്താണ് ഈ മഴയ്ക്ക് കാരണം എന്ന് ദുരന്ത പ്രതികരണ സമിതിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിലെ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. എങ്ങനെ? ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിലെ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. 1957 കേരളം ഉണ്ടായി. ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കും ഈ കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. പുസ്തകം വായിക്കുന്ന മുഖ്യമന്ത്രി കിട്ടിയതിൻ്റെ ഗുണമാണ്. വെള്ളം നീരാവിയായി മേലോട്ട് പോയി മേഘത്തിൽ കെട്ടിക്കിടന്ന് മഴയായി പെട്ടെന്ന് താഴോട്ട് വരികയാണ്. അതാണ് മിന്നൽ പ്രളയം. അതാണ് ഈ ദുരന്തത്തിനൊക്കെ കാരണം. എന്തൊരു ദുഷ്ടന്മാരാണ് ഈ മേഘം. അവർക്ക് വല്ല ആവശ്യമുണ്ടോ? നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കേണ്ടതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അതല്ല, എന്തിനാണ് ഇവന്മാർ ഈ വെള്ളം ഇങ്ങനെ കെട്ടിവെച്ചിട്ട് താഴോട്ട് വിടുന്നത് എന്നാണ്. അവിടുന്ന് മേലോട്ട് വിട്ടാൽ പോരെ, വല്ല ചന്ദ്രനിലോട്ടോ മറ്റോ വിട്ടാൽ പോരെ. ഓരോരോ മേഘങ്ങളുടെ അവസ്ഥയെ ഇനി ഇങ്ങനെ താഴോട്ട് മഴ പെയ്ച്ച് നാട്ടിൽ എന്തോരം പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നത്. മര്യാദക്കൊന്ന് ഇൻവെസ്റ്ററെ കാണാൻ പോകാൻ പറ്റുമോ? അപ്പോഴേക്ക് ഹെലികോപ്റ്റർ പറക്കൂല. ഒടുക്കം പറത്തി പോയാലോ തിരിച്ചു വിടാൻ പറയും. അങ്ങനെ തിരിച്ചു വന്നിട്ട് വീണ്ടും പറത്തി പോയാലോ നാട്ടുകാർ ഇൻവെസ്റ്ററുടെ പേര് ചോദിക്കും. എന്തെന്നോ ഈ നാട്. അക്കൂട്ടരെ സമാധാനിപ്പിക്കാൻ ഒന്ന് ദുരിതാശ്വാസ ക്യാമ്പ് വരെ കഴിഞ്ഞ ദിവസം പോകാമെന്ന് വെച്ചു മുഖ്യമന്ത്രി. അവിടെ എന്താ അവസ്ഥ? അവിടെയും പ്രതിഷേധം, ചോദ്യം. ഒടുക്കം മുഖ്യമന്ത്രി ഒരു കാര്യം കണ്ടെത്തി. ഈ ചോദ്യം ചോദിക്കുന്നവന്മാരൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്ന്. അങ്ങനെ പറഞ്ഞാൽ എളുപ്പമാണല്ലോ. ഇതാ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടോ. ക്യാമ്പിലെ ആളാണോ? ഇത്രയും കാലം ചോദ്യം ചോദിക്കുന്നവന്മാരൊക്കെ പ്രസ് മീറ്റിലൊക്കെ ആണെങ്കിൽ കൈരളി, ദേശാമാന്യം എന്നൊക്കെയാണ് പറയുക. ഇനിയിപ്പോൾ പൊതുസ്ഥലത്തൊക്കെ ഇങ്ങനെ ആളുകൾ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ രണ്ടെണ്ണം അടിച്ചിട്ടാണ് പറയുന്നതെന്ന് പറയാം. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? മുഖ്യമന്ത്രിക്ക് എഴുതുന്ന കിട്ടുന്ന ഈ ഐഡിയയിൽ നിന്ന്. ഇതെല്ലാം കണ്ട ആവേശം മൂത്ത് മഴക്കെടുതിക്കാര്യം നോക്കാൻ പോയ ആരോഗ്യമന്ത്രി K മുരളീധരനും ഒരു ഐഡിയ അങ്ങ് പയറ്റി. ആ ഒരു ഗവേഷണ ഫലം പോലെ K മുരളീധരൻ നാട്ടുകാരോട് വിളിച്ചു പറയുകയും ചെയ്തു. അക്കാര്യം എന്താണെന്നറിയോ? കടലിൽ പോയാൽ കിട്ടാൻ വൈകും എന്നതാണ് ദുരന്തമുഖത്തെ ആ പ്രസ്താവന. ചിരിക്കേണ്ട കാര്യമല്ല. ദുരന്തമുഖത്ത് മനുഷ്യർ മറ്റ് അവരുടെ പ്രിയപ്പെട്ടവരെ കിട്ടാൻ വൈകി, അതായത് തെരച്ചിൽ നടത്താൻ വൈകി ഇങ്ങനെ കാത്തിരിക്കുമ്പം ഒരു ആരോഗ്യമന്ത്രി പറയുന്ന കാര്യമാണ് കടലിൽ പോയാൽ കിട്ടാൻ വൈകുന്നു. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കടലിൽ പോയി കാണാതായവരെ തിരയാൻ വൈകിയതിന് പ്രതിഷേധിക്കേണ്ടി വന്നു മനുഷ്യർക്ക്. അവരെ കിട്ടാത്തതിനും പിന്നീട് പ്രതിഷേധിച്ചു. സർക്കാർ സംവിധാനത്തിന് പക്ഷേ ഒരു കാര്യം അറിയാമായിരുന്നു, തെരഞ്ഞിട്ടൊന്നും കാര്യമില്ല, കടലിൽ പോയാൽ കിട്ടാൻ വൈകും എന്ന്. ആരോഗ്യമന്ത്രി അത് വിളിച്ചു പറയാൻ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ചാനലുകാരെ വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ബോഡി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. മന്ത്രിയുടെ പ്രളയകാല സിദ്ധാന്തം കേട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ ജനങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുമെന്നാണെങ്കിൽ എന്തിനാ ഇത്ര കൃത്യമായി അവിടെ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് ചോദിച്ചു പലരും. സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി സംഘടനയെ പോലുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ബെഡില്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ കയറ്റണ്ട എന്ന സിദ്ധാന്തത്തിന് ശേഷമാണ് മുരളി സാറിൻ്റെ പുതിയ കണ്ടുപിടുത്തം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ CP ജോൺ താനായിട്ടിനി ഒന്നും പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് വെച്ച് ഒരു വലിയ വെടിയം കൂട്ടിച്ചത്. സൗജന്യ KSRTC ബസ് യാത്രക്കെത്തുന്ന സ്ത്രീകളെ അവഹേളിച്ച് CP ജോൺ പറഞ്ഞു, ജനം പണക്കാരായി ഇരിക്കുകയും പാവപ്പെട്ടവരായി അഭിനയിച്ച് യാത്രാ സൗജന്യത്തിനായി ബസ്സുകളിൽ തിക്കി കയറുകയും ചെയ്യുന്നുവെന്ന്. സർക്കാർ ആശുപത്രികളിലെ വരാന്തകളിൽ അവർ പോയി കിടക്കുകയാണ് എന്ന് മന്ത്രി ആക്ഷേപിച്ചു. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ
ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്. നാട്ടിലാരും മന്ത്രിയോടോ അദ്ദേഹത്തിന്റെ മുന്നണിയോടോ ബസ് യാത്രാ സൗജന്യം ചോദിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അങ്ങോട്ട് വാഗ്ദാനം നൽകുകയായിരുന്നു. ജയിച്ചപ്പോൾ വാഗ്ദാനം പാലിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര നൽകി. ഇനി അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകേണ്ടതിന് പകരം സ്ത്രീയുടെ അന്തസ്സുയർത്തുന്ന തീരുമാനം എന്നത് നിലനിർത്തേണ്ടതിന് പകരം സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ്. സ്ത്രീകൾ ആ ബസ്സിൽ കയറുമ്പോൾ അത് ഞങ്ങളുടെ ഔദാര്യമാണ്, എല്ലാവരും അടിച്ചുകുത്തി ഇങ്ങോട്ട് കയറി വരണ്ട എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. നിങ്ങൾ സർക്കാർ സ്കൂളിൽ മകളെ ചേർക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ച് അപമാനിക്കുകയാണ്. ഈ മന്ത്രി സർക്കാർ സ്കൂളിലാണോ മക്കളെ ചേർത്ത് പഠിപ്പിച്ചത്? സ്വകാര്യ സ്കൂളിലും അമേരിക്കയിലും വിദേശത്തുമൊക്കെ പഠിപ്പിക്കാനും മന്ത്രിമാരെ പോലെ നാട്ടുകാർക്കും അവകാശമുണ്ടല്ലോ. എന്തായാലും CP ജോണിൻ്റെ ആക്ഷേപം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരും അടക്കം ജെൻഡർ വ്യത്യാസമില്ലാതെ മനുഷ്യർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് 4-ന് മറ്റൊരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ വേറൊരു മന്ത്രി നടത്തിയത്. മഴക്കെടുതിക്കിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ വെളിപ്പെടുത്തൽ. മിന്നൽ പ്രളയത്തിൽപ്പെട്ട മനുഷ്യർ സ്വർണവും സർട്ടിഫിക്കറ്റും വരെ പോയി കിടക്കുമ്പോൾ മന്ത്രി പറയുന്നു മികച്ച സ്വർണ്ണം എവിടെ കിട്ടും എന്ന്. ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉദ്ഘാടനത്തിന് പോകുന്ന നേതാക്കളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ പരസ്യത്തിൽ പോലും അല്ലാതെ അവരുടെ ഗുണമേന്മകൾ സ്വന്തം റിസ്കിൽ പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറയുന്ന മന്ത്രിമാർ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാനാണ് ചാൻസ്. മുഖ്യമന്ത്രി പ്രളയ സമയത്ത് കൊച്ചിയിൽ പോയി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മന്ത്രിമാരെങ്ങനെ കുറക്കും? മുഖ്യമന്ത്രി ഉദ്ഘാടനമല്ലേ ചെയ്തത്, ഞാൻ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയാം എന്ന മട്ടിൽ ബിന്ദു കൃഷ്ണ ജ്വല്ലറിയുടെ ചടങ്ങിലും പങ്കെടുത്ത് അതിന്റെ ഗുണമേന്മയെ വിളിച്ചു പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡുകളിൽ ഒന്നായ ആലുക്കാസ് തീർച്ചയായും 200ഓളം സ്ഥാപനങ്ങളുമായി ലോകമെമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും വലിയ തോതിൽ മുന്നോട്ട് പോകുന്നത് ഏറെ സന്തോഷം നൽകുന്നു. കസ്റ്റമേഴ്സിന്റെ തൃപ്തി അല്ലെങ്കിൽ സന്തോഷം ലക്ഷ്യമാക്കി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. മഴക്കെടുതിയുടെ സമയമല്ലേ, സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ട ആൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് മേടിക്കാനുണ്ടെങ്കിൽ മേടിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും മന്ത്രിമാരൊക്കെ ഒരു കാര്യം അറിയുന്നത് നല്ലതാണ്. ഉപഭോക്തൃ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടങ്ങളിൽ സൂപ്പർ സ്റ്റാറുകളും നടന്മാരും നടിമാരും ഒക്കെ ഇങ്ങനെ പല ഉൽപ്പന്നങ്ങളുടെ പരസ്യത്തിൽ അഭിനയിക്കുമ്പോഴും ബ്രാൻഡ് അംബാസഡർമാരാകുമ്പോഴും അവർക്കും കൂടി ഉത്തരവാദിത്തമുണ്ട്. വല്ല വീഴ്ചയും വന്നാൽ അവരും കൂടി സമാധാനം പറയണം എന്ന്. ഇനിയിപ്പോൾ ഈ ഗുണമേന്മയൊന്നും ഇല്ലെങ്കിൽ മന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കുക കൂടി ചെയ്താൽ മാത്രം മതി, അപ്പോൾ ഗംഭീരം. അല്ലെങ്കിൽ ബിസ്ക്കറ്റിൻ്റെയും ഫിനാൻസ് കമ്പനിയുടെയും ഒക്കെ ബ്രാൻഡ് അംബാസഡറുമായി കേസും കൂട്ടവുമായി നടക്കേണ്ടി വന്ന മോഹൻലാൽ മുതലുള്ള വമ്പൻ താരങ്ങളുടെ അവസ്ഥയിലേക്ക് പോകും എന്ന് മാത്രം. മന്ത്രിമാർ ഇതൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. ജ്വല്ലറിക്കാരുടെ ഗുണമേന്മ വിളിച്ചു പറയാനോ ടെക്സ്റ്റൈൽസുകാരുടെ മികവ് വിളിച്ചു പറയാനോ അല്ല നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് മിനിമം ആ കാര്യമെങ്കിലും അറിഞ്ഞിരിക്കണം. അതിനിടയിലും ഗർഭഛിദ്ര കേസിൽപ്പെട്ടിൽ കുരുക്കിലായി നാട്ടിലിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത നമ്മുടെ രാഹുൽ മാങ്കൂട്ടമൊക്കെ പിണറായി വിജയനെ പള്ളി വിളിച്ച് നേരം വെളുപ്പിക്കുകയാണ്. നാട് പ്രളയത്തിൽ മുങ്ങി VD സതീശൻ വിവാദത്തിലും മുങ്ങി നിൽക്കുമ്പോൾ ചെറിയ രക്ഷാപ്രവർത്തനം VDക്ക് വേണ്ടി നടത്തുക എങ്ങനെ? മുൻ മുഖ്യമന്ത്രി ചീത്ത വിളിച്ചുകൊണ്ട് അത് വമ്പൻ തലക്കെട്ടിൽ നൽകാൻ VD മീഡിയ പേജുകളും സ്ക്രീനുകളും തുറന്നിട്ടിട്ടുമുണ്ട്. മൂപ്പരുടെ പേജിൽ കയറിയാൽ, ഫേസ്ബുക്കിലൊക്കെ കയറിയാൽ നിറയെ വിജയൻ്റെ ചിത്രങ്ങളും ചീത്ത വിളികളുമാണ്. ഏറ്റവും കൂടുതൽ VDക്ക് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനം ഇങ്ങനെയാണ് ആ കുറിപ്പ്. കേരളം ഒരു ദുരന്തത്തെ അതിജീവിക്കുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? 1, മുഖ്യമന്ത്രി VD സതീശൻ ഭക്ഷണം കഴിച്ചു. മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചു എന്നൊരു പ്രശ്നം പ്രതിപക്ഷം പോട്ടെ, നാട്ടിൽ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. 2, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ മഴവെള്ളപ്പാച്ചിലിറങ്ങി മനുഷ്യരെ രക്ഷിച്ചു. അങ്ങനെ ഒരു പ്രശ്നം നാട്ടിലുണ്ടോ? ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. 3, ആറന്മുള അബിൻ ബർക്കി വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ക്യാമ്പിലേക്ക് മാറ്റി. അത് പ്രതിപക്ഷം പ്രശ്നമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. 4, പഴകുളം മധു മാർക്കറ്റിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുള്ളത് ഹെലികോപ്റ്റർ വിവാദം, ഒപ്പം മഴക്കെടുതിക്കിടയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനം ശ്രദ്ധിക്കാതെ അതിൻ്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി വിരുന്നിന് സൽക്കാരത്തിന് പൊന്നാനി പോയത്, ഇതൊക്കെയാണ്. പിന്നെ ഏതോ കോഴിക്കോട് ഏതോ ക്രൗഡ് ഫണ്ടിങ് കമ്പനിയുടെ ഉദ്ഘാടനത്തിന് പോയത്, ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സ്വകാര്യ പരിപാടികൾ പങ്കെടുക്കുന്നതിനെതിരായ വിമർശനങ്ങൾ, അല്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശ്രദ്ധിക്കണം, ജനങ്ങളുടെ ദുരിതത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഇതാണ് ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെയാണ് കേൾക്കുന്നത്. എന്നിട്ട് മൂപ്പര് പറയാണ് കേരളം കുറച്ചുകൂടി എന്നല്ല, കുറച്ചെങ്കിലും നല്ല പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട്, ഈ മാർക്സിസ്റ്റ് കെടുതി കൂടി അനുഭവിക്കേണ്ടവരല്ല നമ്മൾ കേരളീയർ എന്നാണ് മൂപ്പര് ഫേസ്ബുക്കിലിട്ടത്.
നാട്ടിൽ എന്ത് നടക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വീട്ടിൽ തന്നെ ഇരിപ്പാണ് എന്ന് മാങ്കൂട്ടത്തിൽ ഈ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും. ദുരിതാശ്വാസ ക്യാമ്പിലും മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലും VDയുടെ സ്വകാര്യ ചടങ്ങുകളിലും ഉദ്ഘാടനങ്ങളിലും ഒക്കെ നടക്കുന്നത് അറിയാൻ ഈ VD മീഡിയ മാത്രം വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രതികരണം വായിച്ചപ്പോൾ തോന്നിയത്. VDയെ ന്യായീകരിച്ച് രക്ഷാപ്രവർത്തകൻ്റെ മേനി നടിക്കാനുള്ളൊരു അവസരം ഉപയോഗിക്കുന്നതും കൂടിയാകാം. ന്യായീകരിക്കാൻ ആളില്ലാതെ VD വിഷമിക്കുമ്പോൾ ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്പട ഞാനേ എന്ന് പറഞ്ഞ് മൂപ്പര് ഞാൻ അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് ചാടി വീണതാണ്. മഴക്കെടുതി കൊണ്ട് മാങ്കൂട്ടത്തിലും ആർക്കും കോളടിച്ചു എന്നർത്ഥം ഭാവിയിൽ പറയാലോ. ഈ ദുരന്തങ്ങളെയും മറികടക്കാൻ ദുരന്തബാധിതർക്ക് ശേഷി ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.